എടാ വിഷ്ണു, ഇതെവിടെ പോയി കിടക്കുക? അവന്റെ കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കയറി. അവിടെ ഹാളിലായിട്ട് മദ്യക്കുപ്പിയുമായി ഇരിക്കുകയാണ് വിഷ്ണു. നീ ഇവിടെ വന്നിരിക്കുകയാണോ? നിന്നെ എത്ര ഞാൻ വിളിച്ചു? അവൻ സംശയത്തോട് ചോദിച്ചു. നീ വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. വാ വന്നിരിക്ക്, രണ്ടെണ്ണം അടിച്ചിട്ട് പോകാം. അവൻ തന്റെ കൂട്ടുകാരനെ നോക്കി പറഞ്ഞു. ഇപ്പം ഇരുന്നാൽ ശരിയാവില്ല മോനെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിന്നു. പണിയുള്ളവൻ പിന്നെ ഇത്ര ധൃതി പിടിച്ച് ഇങ്ങോട്ടേക്ക് കയറി വന്ന എന്തിനാ? അത് കേട്ട് വിഷ്ണു സംശയത്തോട് ചോദിച്ചു. നീയല്ലേ പറഞ്ഞത് ആ പെണ്ണിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിനക്ക് വേണമെന്ന്? ഞാൻ ഡീറ്റെയിൽസും കൊണ്ട് വന്നതാ. അവൻ പറയുന്നത് കേട്ട് വിഷ്ണു അവനെ നോക്കി ചിരിച്ചു. നിന്റെ നല്ലതിന് വേണ്ടി ഞാൻ പറയാം മോനെ, നീ അവളെ നോക്കാതിരിക്കുന്നതാ നല്ലത്. അവൻ വീണ്ടും വിഷ്ണുവിനെ നോക്കി പറഞ്ഞു. അതെന്താവോ അങ്ങനെ? അവൾക്കെന്താടാ പ്രത്യേകത വല്ലതും ഉണ്ടോ? വിഷ്ണു പുച്ഛത്തോട് ചോദിച്ചു. അവൾക്ക് പ്രത്യേകത മാത്രമേ ഉള്ളൂ മോനെ. നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങളുടെ കിടപ്പ്. അവൾ നാഗമഠത്തിൽ താമസിക്കാൻ വന്ന വെറുമൊരു ബന്ധുക്കാരി മാത്രമല്ല, അവിടുത്തെ മൂത്ത മകൻ ദേവന്റെ മകളാണ്. അവൻ പറഞ്ഞുകൊണ്ട് അവിടേക്കിരുന്നു. അത് കേട്ട് വിഷ്ണു സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അയാൾക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു അത്രേ. അതിലുണ്ടായിരുന്ന മകളാണ് ഈ കുട്ടി. ഇത്രയും നാളും ആ ദേവൻ ഇവളെപ്പറ്റി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അവസാനം തന്റെ മകളെ അയാൾ കണ്ടെത്തി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാ. നാഗമഠത്തിൽ കയറി കളിക്കുന്നത് അത്ര നല്ല കാര്യമല്ലെന്നും നിനക്ക് പ്രത്യേകിച്ച് അറിയാലോ. പ്രത്യേകിച്ച് ആ കുട്ടി അവിടുത്തെ ആദ്യത്തെ പെൺകുട്ടിയും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും നിന്നെ വെറുതെ വെച്ചേക്കില്ല വിഷ്ണു. അത് മാത്രമല്ല, രണ്ടാമത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവന്റെ കൂട്ടുകാരൻ അവനെ നോക്കി. അതെന്താവോ രണ്ടാമത്തെ കാര്യം? അത് കേട്ട് വിഷ്ണു സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അവള് ദേവന്റെ മകള് മാത്രമല്ല, കോട്ടയത്തെ പേര് കേട്ട കുടുംബത്തിലെ ഒരാളുടെ ഭാര്യയാണ്. അവന്റെ കൂട്ടുകാരൻ പറയുന്നത് കേട്ട് വിഷ്ണു സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അതേതാവോ ഈ പേര് കേട്ട കുടുംബം? വിഷ്ണു വീണ്ടും ചോദിച്ചു. പുലിക്കളം കുടുംബത്തിലെ ചാർലിയുടെ ഭാര്യയാണ് ഈ പറയുന്ന ശീതൾ എന്ന പെൺകുട്ടി. അവരെയൊക്കെ തൊട്ട് കളിച്ചാ നീ പിന്നെ പുറംലോകം കാണില്ല വിഷ്ണു. അതുകൊണ്ട് ഇപ്പം നിന്റെ മനസ്സിൽ തോന്നിയ ഈ ആഗ്രഹങ്ങൾ മുഴുവൻ നിന്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുന്നതായിരിക്കും നിനക്ക് നല്ലത്. അതല്ലാതെ നീ എന്തെങ്കിലും ഇതിനെതിരെ പ്രവർത്തിച്ചാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. അവന്റെ കൂട്ടുകാരൻ അവനെ നോക്കി പറഞ്ഞു. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും വിഷ്ണു ഒരുമാതിരി പരിഹാസത്തോടെയും പുച്ഛത്തോടെയും ചിരിക്കുകയായിരുന്നു. ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്കെന്താ ഒരു കൂസലില്ലാത്ത വിഷ്ണു? നിനക്കെന്താ ഇതൊക്കെ തമാശയായിട്ട് തോന്നുന്നുണ്ടോ? എൻ്റെ പൊന്നരവിന്ദ, ഞാൻ നിന്നോട് ആ പെണ്ണിന്റെ പേരും അവളെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും നാഗമഠവുമായിട്ട് അവൾക്ക് എന്താണ് ബന്ധം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനല്ലേ പറഞ്ഞത്? ഇതിപ്പോൾ നീ അവളെ പൊക്കി അങ്ങ് വാനോളം പുകഴ്ത്തുകയാണല്ലോ. അതുമാത്രമല്ല, അവളെ എൻ്റെ കയ്യിൽ നിന്നും തിരിച്ചു വിടാനാണല്ലോ നീ ഇപ്പോൾ ശ്രമിക്കുന്നത്. വിഷ്ണു പരിഹാസത്തോടെ പറഞ്ഞു. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അരവിന്ദൻ പറയുന്നത് കേട്ട് വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഞാൻ ആഗ്രഹിച്ചതൊന്നും തന്നെ നേടിയെടുക്കാതെ പോയിട്ടില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ അവളെ തൊട്ടാൽ പുറലോകം പോലും കാണാൻ കഴിയില്ല എന്ന് പറയുന്നത്. പുറലോകം കാണാതെ വളർന്നവനാ ഞാൻ. എനിക്കതൊന്നും ഒരു പുത്തരിയല്ല. എൻ്റെ 13ാമത്തെ വയസ്സിൽ ഒരുത്തനെ കുത്തിക്കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നവനായി വിഷ്ണു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പല കേസിലും. അതുകൊണ്ട് ജയിലൊന്നും പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കല്ലേ. ഇവളെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇവളെ ഞാൻ നേടിയിരിക്കും. അങ്ങനെ ഞാൻ ജയിലിൽ പോയാലും എനിക്ക് അതിൽ ഒരു കുറ്റബോധവും തോന്നില്ല. അവളിനി ഏത് കൊമ്പത്തെ ആളിൻ്റെ ഭാര്യയാണെങ്കിലും എൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചിരിക്കും മോനെ അരവിന്ദ. ഒരുത്തനും എൻ്റെ നേരെ തിരിയില്ല. ഇതിനെന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ പറയുന്നത് കേട്ട് അരവിന്ദൻ നെറ്റിച്ചൊളിച്ചു. അമ്പലത്തിലെ ഉത്സവം തീരുന്നതിന് മുൻപേ തന്നെ ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചിരിക്കും. അവൻ ഓവർ കോൺഫിഡൻസോട് കൂടി പറയുന്നത് കേട്ട് അരവിന്ദൻ സംശയത്തോടെ അവനെ നോക്കി. നിനക്കെന്തൊക്കെയോ പണിയുണ്ടെന്നല്ലേ പറഞ്ഞത്? നീ പോയി നിന്റെ പണി നോക്ക്. ഈ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ പറഞ്ഞതും അവനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അരവിന്ദന് മനസ്സിലായി. അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അരവിന്ദ് അവിടെ നിന്നും പോയിരുന്നു. പിള്ളേർ സെറ്റ് എല്ലാവരും തുണിയെടുത്തതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു. അമ്മേ, നിങ്ങളുടെ ഒപ്പമല്ലേ അവരൊക്കെ വന്നത്? എന്നിട്ട് നന്ദയൊന്നും കാണുന്നില്ലല്ലോ. വീട്ടിലേക്ക് വന്ന് സനൂഷ അവരെയൊന്നും വീട്ടിൽ കാണാഞ്ഞതും സംശയത്തോടെ അവളുടെ അമ്മയോട് ചോദിച്ചു. അവർ കടയിൽ എവിടെയോ പോയേക്കുക. അവർ സനൂഷയെ നോക്കി പറഞ്ഞു. അതെന്താ അവർ ഒറ്റയ്ക്ക് കടയിൽ പോയത്? അങ്ങനെ സാധാരണ പോകാറില്ലല്ലോ. സനൂഷ അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവരോട് വീണ്ടും ചോദിച്ചു. അതിന് അവരാരും ഒറ്റയ്ക്കല്ലല്ലോ പോയത്, 5 പേരും കൂടിയല്ലേ. മാത്രമല്ല അവരുടെ ഒപ്പം ശീതുമോളും ഉണ്ട്. അവർക്കെന്തോ ആവശ്യമുണ്ടെന്നാ പറഞ്ഞത്. അവർ തിരികെ അവളെ നോക്കി പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്തൊരു ഓട്ടോ വന്ന് നിന്നത്. ദേ അവർ വന്നെന്ന് തോന്നുന്നല്ലോ. അവർ പറഞ്ഞതും സനൂഷ ഹാളിലേക്ക് നടന്നു. ഓട്ടോയിൽ നിന്നും അവർ 5 പേരും പുറത്തേക്ക് ഇറങ്ങി. ഷീതുവിൻ്റെ കയ്യിലായിരുന്നു കവർ ഉണ്ടായിരുന്നത്. 5 പേരും പുറത്തേക്ക് ഇറങ്ങിയതും ഹാളിൻ്റെ വാതിലിൽ നിൽക്കുന്ന സനൂഷയാണ് കണ്ടത്. നമ്മളെ കാണാതെ പുള്ളിക്കാരിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അവൾ അവിടെ നിൽക്കുന്നത് കണ്ടതും ആര്യ ബാക്കിയുള്ളവരോടായി പതിയെ പറഞ്ഞു. ഞാനിപ്പോൾ അത് പറയാനായിട്ട് വരികയായിരുന്നു. ഇന്ന് മിക്കവാറും അമ്മയുടെ ചെവി കടിച്ചു പറിച്ചു കാണും. ആരുവും പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി എവിടെ പോയിരുന്നതാ? അവരകത്തോട്ട് കയറി വന്നതും സനൂഷ ചോദിച്ചു. അത് ചേച്ചി, ഞങ്ങളെല്ലാവരും കൂടി ഷീതു ചേച്ചിക്ക് ഉത്സവത്തിനിടാൻ ഒരു ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ പോയതാ. വീണയാണ് മറുപടി പറഞ്ഞത്. ആണോ? എന്നിട്ടെവിടെ? പറഞ്ഞത് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ത് മെറ്റീരിയലാണ് എടുത്തതെന്നറിയാൻ വേണ്ടി അവൾ സംശയത്തോട് ചോദിച്ചു.
അത് കേട്ടതും നന്ദ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഷീതു ആ കവർ തുറന്നു. അതിലുണ്ടായിരുന്ന മെറ്റീരിയൽ എടുത്ത് സനൂഷയുടെ കൈകളിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും ശാന്തിയും സീതയും കൂടി അങ്ങോട്ടേക്ക് വന്നിരുന്നു. ആ ഗ്രീൻ കളർ മെറ്റീരിയൽ കണ്ടതും സനൂഷയുടെ കണ്ണുകൾ വിടർന്നു. പിള്ളേരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് എന്ത് കുറ്റം അവൾ അതിൽ നിന്നും കണ്ടുപിടിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയായിരുന്നു ബാക്കിയുള്ളവർ. ഈ മെറ്റീരിയൽ എടുക്കാനാണോ നിങ്ങളെല്ലാവരും കൂടി പോയത്? എന്നോട് പറഞ്ഞിരുന്നേ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുമായിരുന്നല്ലോ. അവിടെ ഇത് വെറും ചീപ്പ് വിലയ്ക്ക് കിട്ടുന്ന സാധനമാണ്. അവൾ ഇഷ്ടമില്ലാത്ത രീതിയിൽ പിള്ളേരെ നോക്കി പറഞ്ഞു. അത് സാരമില്ല ചേച്ചി, ചേച്ചിയുടെ പൈസയല്ലല്ലോ ചിലവായത്. പിന്നെ അത് ചീപ്പ് വിലയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അത്രത്തോളം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അങ്ങനല്ല. ഇത്തിരി പൈസ ചിലവായാലും ഞങ്ങളൊക്കെ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതും പറഞ്ഞ് നന്ദ അവളുടെ കയ്യിൽ നിന്നും ആ മെറ്റീരിയൽ വാങ്ങിച്ച് ഷീതുവിന് കൊടുത്തു. നന്ദ അത് പറയുന്നത് കേട്ട് ശാന്തിക്കും സീതയ്ക്കും ഉൾപ്പെടെ എല്ലാവർക്കും ചിരി വന്നു. കാര്യം ശാന്തിയുടെ മകളാണെങ്കിലും ഇവളുടെ സ്വഭാവം ഒട്ടും തന്നെ ശാന്തിക്ക് ഇഷ്ടമല്ല. അവൾക്ക് മാത്രമാണ് അവിടെ അങ്ങനെ ഒരു സ്വഭാവം കിട്ടിയിരിക്കുന്നതെന്ന് ശാന്തി എപ്പോഴും പറയാറുണ്ട്. മോളെ, ഇത് ഇന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണ്ടേ? എങ്കിലല്ലേ ഉത്സവമാകുമ്പോഴേക്കും കിട്ടുള്ളൂ. ശാന്തി നന്ദയുടെ മുഖത്തേക്ക് നോക്കി. സനൂഷയ്ക്കാണെങ്കിൽ തൻ്റെ അമ്മ അങ്ങനെ ചോദിച്ചതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ മുഖം കറുത്തു. കൊടുക്കണം, ഞാനും ചേച്ചിയും കൂടി വൈകിട്ട് പോകുന്നുണ്ട്, നന്ദ തിരികെ മറുപടി പറഞ്ഞു. സനൂഷ പെട്ടെന്ന് അവരെയൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം അകത്തേക്ക് കയറിപ്പോയി. അവൾക്കൊട്ടും പിടിച്ചില്ലെന്ന് തോന്നുന്നുണ്ട്. സീത എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ, അതിനെ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇതാരുടെ സ്വഭാവമാണോ എന്തോ കിട്ടിയിരിക്കുന്നത്. സ്വന്തം കാര്യം സിന്താബ. ശാന്തി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. ചീതു റൂമിലേക്ക് വന്നതിന് ശേഷം ഫ്രഷ് ആവാൻ വേണ്ടി തൻ്റെ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി. മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഇട്ടിരുന്ന ടോപ്പ് മുകളിലേക്ക് ഊരാനായി തുടങ്ങിയതും ബാത്റൂമിൻ്റെ ജനലിൻ്റെ അവിടെ ആരുടെയോ കൈകൾ അവൾ കണ്ടു. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. പെട്ടെന്ന് തന്നെ അവളുടെ ശരീരം മൊത്തം വിയർക്കുന്നുണ്ടായിരുന്നു. അവൾ ഉടനെ തന്നെ ടോപ്പ് താഴ്ത്തിയിട്ടു. ശേഷം ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പിന്നെ തൻ്റെ റൂമിൻ്റെ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവളുടെ റൂമിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന നന്ദയാണ് കണ്ടത്. ചേച്ചി, നമ്മളൊരു കാര്യം മറന്നു. അവൾ എന്തോ പറയാനായിട്ട് തുടങ്ങിയതും ഷീതുവിൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് നന്ദ ശ്രദ്ധിച്ചു. എന്താ ചേച്ചി, ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നന്ദ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്ക് ഷീതുവിൻ്റെ മുഖം ഉൾപ്പെടെ വീർത്തിരുന്നു. അത് മോളെ, അവൾ ആകെ പേടിച്ചു പോയി. കാര്യം പറ ചേച്ചി, എന്താ ചേച്ചിക്ക് എന്താ പറ്റിയത്? എന്ത് കണ്ടിട്ടാ ചേച്ചി പേടിച്ചത്? അവൾ വീണ്ടും ചോദിച്ചു. മോളെ, അവിടെ ബാത്റൂമിൻ്റെ ജനലിൻ്റെ അവിടെ ഒരു കൈ, അവൾ പേടിയോടെ നന്ദയോട് പറഞ്ഞു. അയ്യോ, എവിടെ നോക്കട്ടെ? അതും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി. മോളെ, ഷീതു പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ചേച്ചി പേടിക്കാതെ, ഞാനല്ലേ ചേച്ചിയുടെ കൂടെയുള്ളത്. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി. ശേഷം ബാത്റൂമിൻ്റെ ഡോറ് തുറന്നു. അവൾ ജനലിൻ്റെ സൈഡിലേക്ക് നോക്കിയതും ഒരു മിന്നായം പോലെ റിനോഷിൻ്റെ മുഖമാണ് അവൾ കണ്ടത്. അത് കണ്ടതും അവൾ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി. ഷീതുവും അവനെ കണ്ടിരുന്നു. തന്നെ അവർ കണ്ടുവെന്ന് മനസ്സിലാക്കിയ റിനോഷ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിയിരുന്നു. മോളെ, ഷീതു പേടിയോടെ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. ഇവനെ ഇന്ന് ഞാൻ. അതും പറഞ്ഞ് നന്ദ അവളുടെ റൂമിലേക്ക് ഇറങ്ങി. മോളെ, ഇനി ഇത് പ്രശ്നമാക്കാനൊന്നും നിൽക്കണ്ട. ഷീതു പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പ്രശ്നമല്ല ഉണ്ടാക്കാൻ പോകുന്നത്, അവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്താക്കും. നന്ദ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. ഷീതു പേടിയോടെ അവിടെ നിന്നു. തൻ്റെ റിയയുടെ അതേ സ്വഭാവം തന്നെയാണ് അവൾക്ക് എന്ന് ഷീതു ഓർത്തു. ഇനി എന്തൊക്കെയാണ് താൻ കാരണം ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള പേടിയിലായിരുന്നു ഷീതു. നന്ദ ഹാളിലേക്ക് ചെന്നു. മുത്തശ്ശി, അമ്മേ. അവൾ ഹാളിലേക്ക് ചെന്ന് എല്ലാവരെയും വിളിച്ചു. അവളുടെ ആ വിളി കേട്ടതും എല്ലാവരും അവരവരുടെ മുറിയിൽ നിന്നും അടുക്കളയിൽ നിന്നും ഒക്കെ ഹാളിലേക്ക് വന്നു. എന്താ നന്ദേ, എന്തിനാ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അവളുടെ അമ്മ കുറച്ച് ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അപ്പോഴേക്കും പെണ്ണുങ്ങൾ എല്ലാവരും തന്നെ ഹാളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഗോവിന്ദനും വാസുദേവനും മറ്റും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അമ്പലത്തിൽ തന്നെയായിരുന്നു. പറയാം, അവൾ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയായിരുന്നു, കാര്യം എന്താണെന്ന് അറിയാതെ. ഷീതു ആണെങ്കിൽ ഇനി എന്തൊക്കെ പ്രശ്നം അവിടെ ഉണ്ടാകുമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു. അച്ഛൻ അമ്പലത്തിൽ നിന്നൊന്ന് വന്നിരുന്നെങ്കിൽ ഷീതു മനസ്സിൽ ചിന്തിച്ചു. കാരണം അവൾക്ക് ആ വീട്ടിൽ ആകെ ഒരു ധൈര്യം ദേവനായിരുന്നു. എന്തിനാടി വിളിച്ചു കൂവുന്നത്? ഒന്ന് ഉറങ്ങാമെന്ന് കരുതിയിട്ടാ ഇങ്ങോട്ടേക്ക് കിടന്നത്. അപ്പോഴാണ് നിന്റെ കൂവല് കേട്ടത്. ഉറക്കം നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് വന്ന സനൂഷ അവളെ നോക്കി അമർഷത്തോടെ പറഞ്ഞു. ചേച്ചി അങ്ങനെ ഉറങ്ങിക്കിടന്നോ? കൂടെ കിടക്കുന്നവൻ എന്താ ചെയ്യുന്നതെന്നും ചേച്ചിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, പറഞ്ഞ പോലെ ചേച്ചിയുടെ ഭർത്താവ് എവിടെ? അവൾ പരിഹാസത്തോട് ചോദിച്ചു. നീ എന്തേ പറയുന്നേ? എൻ്റെ ഏട്ടൻ എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞു വരുന്നത്? സനൂഷ അത് കേട്ട് ദേഷ്യത്തോടെ അവളോട് തിരികെ ചോദിച്ചു. ആദ്യം ഞാൻ ചോദിച്ചതിന് ചേച്ചി ഉത്തരം പറ. എവിടെ ചേച്ചിയുടെ ഭർത്താവ്? എപ്പോഴും സാരിത്തുമ്പിൽ ഉണ്ടാവുന്നതാണല്ലോ. ഇന്ന് എന്ത് പറ്റി? അങ്ങനെ പേടിച്ച് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുവാണോ? ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇവൾക്കിത് എന്താ പറ്റിയത്? ഇവളെ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? നന്ദയുടെ ദേഷ്യം കണ്ട് വീണ പതിയെ തൻ്റെ അടുത്ത് നിൽക്കുന്ന പെൺപിള്ളേരെ നോക്കി ചോദിച്ചു. അവർക്കും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവർ കൈമലർത്തി കാണിച്ചു. മാളത്തിൽ പോയി ഒളിച്ചെന്നോ? എന്ത് കാര്യത്തിന്? റിനോഷേട്ടാ, ഏട്ടാ. സനൂഷ അയാളെ വിളിച്ചു. തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ അയാൾ റൂമിൽ നിന്നും ഇറങ്ങി വന്നു. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി നിങ്ങൾ കാശിക്ക് പോയെന്ന്. എല്ലാവരും ഇവിടെ വന്നിട്ട് നിങ്ങളെന്താ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാത്തത്? അപ്പോൾ ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ? നന്ദ ദേഷ്യത്തോടെ അയാളെ നോക്കി പറഞ്ഞു. മോളെ, അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കായിരുന്നു മുത്തശ്ശി അവളെ നോക്കി വിളിച്ചു. അത് കേട്ട് അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി.
എന്താ മോളെ കാര്യം? എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? മുത്തശ്ശി, ഇയാൾ എന്താ ചെയ്തതെന്ന് മുത്തശ്ശിക്ക് അറിയോ? അതും പറഞ്ഞ് നടന്ന സംഭവങ്ങൾ മുഴുവൻ നന്ദ എല്ലാവരും കേൾക്കെ ഉറക്കെ പറഞ്ഞു. എല്ലാവരും അതിശയത്തോടെ പരസ്പരം നോക്കി. ആർക്കും തന്നെ അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഷീതുമോളെ, നന്ദമോള് പറയുന്നത് സത്യാണോ? ശാന്തി അവളെ നോക്കി ചോദിച്ചതും അവൾ ആണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി. സനൂഷ തന്റെ ഭർത്താവിനെ ദേഷ്യത്തോടെ നോക്കി. അയാളാണെങ്കിൽ തെറ്റ് ചെയ്തവനെ പോലെ തലകുനിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പൊ തന്നെ ഇയാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. എന്ത് വിശ്വസിച്ചാ ഞങ്ങൾ പെൺകുട്ടികൾ ഇവിടെ നിൽക്കേണ്ടത്? ഇന്ന് ചേച്ചിയോട് കാണിച്ചത് ഞങ്ങൾ ആരോടെങ്കിലും കാണിച്ചാലോ? ചേച്ചി കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിലോ? സ്വന്തമായിട്ട് നിങ്ങളുടെ കൂടെ ഒരുത്തിയില്ലേ? എന്നിട്ട് ബാക്കിയുള്ള പെൺപിള്ളേരുടെ പുറകെ തുപ്പലൊലിപ്പിച്ച് നടക്കുന്നു. കുളിക്കാൻ കയറുമ്പോൾ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അസുഖം എന്താ? നന്ദ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. നന്ദ പറയുന്നതൊക്കെ സത്യമാണോ? മുത്തശ്ശി റിനോഷിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അയാൾ ഒന്നും തന്നെ മിണ്ടിയില്ല. അയാളൊന്നും മിണ്ടാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇത് അയാൾ തന്നെ ചെയ്തതാണെന്ന്. സനൂഷെ, മുത്തശ്ശി വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി. നാളെ തന്നെ നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും ഇവിടെ നിന്നും തിരികെ വീട്ടിലേക്ക് പോകണം. ഇനി ഉത്സവത്തിന്റെ അന്ന് വന്നാൽ മതി എല്ലാവരും. മുത്തശ്ശി താക്കിയതുപോലെ ോട് പറയുന്നത് കേട്ടതും സനൂഷയുടെ തല താഴ്ന്നിരുന്നു. ഇതിനൊക്കെ കാരണം ഷീതു ആണെന്നുള്ള അർത്ഥത്തിൽ അവൾ ഷീതുവിനെ ദേഷ്യത്തോടെ നോക്കി. ാണെങ്കിൽ താൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള അർത്ഥത്തിൽ വിഷമത്തോടെ നിൽക്കുകയായിരുന്നു.